കേട്ടിയോടത്ത് സൊറ പറയാം. ഇന്ന് നമുക്ക് സൊറ പറയാൻ കിട്ടിയിരിക്കുന്നത്, ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങാനൊരു കാരണമുണ്ട്. നമ്മുടെ പഴമക്കാർ ഒരുപാട് ആളുകൾ നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരുടെ നല്ല സമയവും സമ്പാദ്യവും അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ് ആ സംവിധാനങ്ങളൊക്കെ നമ്മളിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരുടെ മരണത്തോടുകൂടി അതെല്ലാം മൺമറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട്. ആ വ്യക്തികളെ തെരഞ്ഞു പിടിച്ച് ഈ ചെയറിലിരുത്തി അവരെ നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. ആ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മുടെ സൊറ പറച്ചിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അത് മറ്റാരുമല്ല, മുഹമ്മദ് അലി. നാടിനു വേണ്ടി ഉള്ള സമയം മാറ്റിവെച്ച്, തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച്, ആളുകളെ തരംതിരിക്കാതെ നാടിനും നാട്ടുകാർക്കും വേണ്ടി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും അത് ഇപ്പോഴും നമ്മൾ ആസ്വദിച്ച് അത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെയാണ് ഇന്ന് സൊറ പറയാൻ കിട്ടിയിരിക്കുന്നത്. എൻ്റെ പേര് മുഹമ്മദ് അലി. എടത്തനാട്ടുകര വട്ടവണപ്പുറം LP സ്കൂളിലെ അധ്യാപകനാണ്. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ തലം GHS എടത്തനാട്ടുകരയിലാണ്. അത് കഴിഞ്ഞ് +2 ആദ്യമായി അവിടെ ബാച്ച് വന്നപ്പോൾ എനിക്കവിടെ ജാഫറിൻ്റെ കൂടെ തന്നെ അവിടെ +2 പഠിക്കാൻ കഴിഞ്ഞു. +2 കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് പോകാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയിലായിരുന്നു. കാരണം സാമ്പത്തികമായിട്ട് ലേശം പുറകിലായിരുന്നു. ഏതായിരുന്നാലും അങ്ങനെ ഡിഗ്രിക്ക് പോയി. കൂടെ കോളേജിൽ പോകണമെങ്കിൽ ബസ്സിനൊക്കെ പ്രശ്നങ്ങളാണ്, പൈസക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ചെറിയ ടാപ്പിങ്ങൊക്കെ ചെറുതായിട്ട് ചെയ്ത് അങ്ങനെ ഡിഗ്രി പൂർത്തിയാക്കി. അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡ് ഇയർ എത്തിയപ്പോഴത്തേക്കും NCCൻ്റെ ക്യാപ്റ്റനായി. ക്യാപ്റ്റൻ പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്റ്റനായി മാറി. അങ്ങനെ എനിക്ക് നേവിയിൽ സെലക്ഷൻ കിട്ടി. ബോംബെയിൽ കുറച്ച് കാലം ട്രെയിനിങ്ങും കണ്ണൂരും കുറച്ച് ട്രെയിനിങ് കിട്ടി. തുടർന്ന് അവിടെ ജോലി അന്ന് വളരെ 6000 രൂപയാണ് സാലറി ഉള്ളത്. അപ്പോൾ അത് എനിക്ക് ആ ജോലി തുടരണ്ടേ എന്നുള്ളത് വീട്ടിലോട് ചോദിച്ചപ്പോൾ ഈ പട്ടാളത്തിലൊന്നും ഇപ്പോൾ പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ വല്ല ജോലി നോക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അന്ന് കൂലിപ്പണിയോടുള്ളൊരു ഇതാണ് ആളുകൾക്കൊക്കെ ഉള്ളത്. ഏതായിരുന്നാലും അത് പിന്നീട് അങ്ങനെ നിർത്തി. ഞാൻ അന്ന് തന്നെ 2003 ഡിഗ്രി കഴിഞ്ഞു. MES ഇവിടെ ഒരു LP സ്കൂളുണ്ട്, ഹൈസ്കൂളും കൂടെ ഉണ്ട്. അതിൽ PT മാഷായിട്ട് ജോയിൻ ചെയ്തു 2003. അങ്ങനെ 2005 ആയപ്പോഴത്തേക്കും എനിക്ക് ഇനി ഒരു BEd എടുത്താലൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതും കുറച്ച് ദൂരെ പോയി BEd എടുക്കണം എന്നുള്ളത് നമുക്ക് സാമ്പത്തികമായിട്ട് വീട്ടിൽ നിന്ന് തരാനൊന്നുമില്ല, അപ്പോൾ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആദ്യത്തെ ഇവിടെ എടത്തനാട്ടുകര BEd കോളേജിൽ BEd കിട്ടി. അതിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ എനിക്ക് കിട്ടുമെന്നാണ് കരുതിയത്. ഞാൻ 55% മാർക്കുണ്ടെങ്കിലും എനിക്ക് ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ പോയി വരായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് രാമനാട്ടുകരയുള്ളൊരു BEd കോളേജും ഇവിടെയാണ് ഞാൻ ഓപ്റ്റ് ചെയ്തിരുന്നത്. ഏതായാലും മെറിറ്റ് കോട്ടയിൽ എനിക്ക് പിന്നെ ഇവിടെ തന്നെ കിട്ടി. മാനേജ്മെൻറ്റ് കോട്ട അല്ലാതെ മെറിറ്റ് തന്നെ കിട്ടി. അവിടെ ഞാൻ 2005 മുതൽ 2006 വരെ ഞാൻ BEd പഠിച്ചു. വീണ്ടും ആ MES തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് തുടർന്നു. അതിന് ശേഷം 2008 നമ്മൾ തൊട്ടടുത്തുള്ള ഒരു LP സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്തു വരുന്നു. അങ്ങനെയാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം. സ്കൂളൊരു ചാൻസ് കിട്ടി. ഏത് സ്കൂളായിരുന്നു? അതേപോലെ തന്നെ ആ സ്കൂളിൻ്റെ ആദ്യത്തെ അനുഭവങ്ങൾ എങ്ങനെ? അത് 2007 ഞാനൊരു യാത്രയിലാണ്. ഡോക്ടർ മഹഫൂസ് റഹീം എന്നാണ് ആ എടത്തനാട്ടുകര വട്ടവണപ്പുറം സ്കൂളിൻ്റെ മാനേജർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൂളാണെന്ന് എനിക്ക് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, അവിടെ ഒരു പോസ്റ്റ് വരാനുണ്ട് എന്ന് ഞങ്ങൾ യാത്രയിലാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹം അത്ര ഒരു ഇൻവോൾവ്ഡ് അല്ല സ്കൂളിൽ, അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതൊരു സ്കൂളിൽ പോയി അന്വേഷിച്ചു. 2008 അവിടെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. ഏതായിരുന്നാലും അതിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്തായാലും കയറാമെന്ന് അദ്ദേഹം വാക്ക് തന്നു. ഏതായാലും 2009 ജൂൺ 1 ആ വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചു. സ്കൂൾ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ വളരെ പ്രയാസത്തിൽ കയറുന്ന ഒരു ചെറിയ ഒരു വിദ്യാലയമാണ്. 1914 സ്ഥാപിതമായ വിദ്യാലയമാണ്. അത്രയും പഴക്കം 100ഓളം വർഷം പഴക്കമുള്ള വിദ്യാലയമാണ് അന്ന് വരുമ്പോൾ. കുട്ടികൾ അൺഎക്കണോമിക്കായി 98ഓളം കുട്ടികളായിട്ടുണ്ട്. വളരെ അധ്യാപകരുടെ 2-3 പേരുടെ പോസ്റ്റ് നഷ്ടപ്പെട്ടു കുട്ടികളെ കുറവ് കാരണം. അപ്പോൾ ഇത് സ്കൂൾ കയറുമ്പോൾ തന്നെ മാനേജർ പറഞ്ഞൊരു വാക്ക്, ആ വിദ്യാലയത്തെ ഒരു മികവാക്കാൻ നിന്നോട് കഴിയും എന്നൊരു തോന്നൽ അദ്ദേഹം എന്നോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും 2009 ജൂൺ 1 കയറി. കുറച്ച് കഴിഞ്ഞ് നമ്മൾ വിദ്യാലയത്തിൻ്റെ അന്ന് 96 വർഷമായിട്ടേ ഉള്ളൂ.
അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി, നമ്മളെ അധ്യാപകരെയൊക്കെ കൂട്ടിച്ചേർത്ത്, പൂർവ്വ വിദ്യാർത്ഥികളെ കൂട്ടിച്ചേർത്ത് നമ്മൾ 2014 അതിൻ്റെ 100ാം വാർഷികം ഗംഭീരമായി ആഘോഷിക്കാൻ വേണ്ടി വിവിധമായ 100ഓളം വരുന്ന ആളുകളെ ചേർത്തൊരു സ്വാസംഘം രൂപീകരിച്ചു. അവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിൽ അവരുടെ ജോലിയും അതുപോലെ തന്നെ വിവിധ മേഖലകളിലെത്തിയ ആളുകളാണ്. അവരെല്ലാം ചെന്ന് കണ്ട് വിദ്യാലയത്തിലേക്ക് ക്ഷണിച്ച് ഒരു വർഷത്തെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ, ശതാബ്ദിയോടനുബന്ധിച്ച് 100 ഒരു 12 ഓരോ മാസം ഓരോ പദ്ധതികൾ പുതിയതായി ആവിഷ്കരിച്ച് നടപ്പിലാക്കി. അതിൽ മന്ത്രിമാരും കളക്ടർമാരും ഉൾപ്പെടെ ഓരോ മാസവും പരിപാടികൾക്ക് വരുന്നു. ജനങ്ങൾ സ്കൂളിലേക്ക് അടുക്കുന്നു, പൂർവ്വ വിദ്യാർത്ഥികൾ അടുക്കുന്നു, സ്കൂളിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഈ സമയത്താണ് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ വേറൊരു പ്രശ്നം കൂടി ഉള്ളത്. വട്ടാർപ്പുറം ടൗണിലാണ് ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾക്ക് 3 ഭാഗത്തും റോഡാണ്. കുട്ടികൾ വലിയൊരു റോഡാണ്. കുട്ടികൾ ശ്രദ്ധയില്ലാതെ അലക്ഷ്യമായി അങ്ങോട്ടും തുറക്കുന്നതിന് മുമ്പ് നടക്കുമ്പോൾ ആക്സിഡൻറ്റുകൾ പറ്റി വളരെ പ്രശ്നങ്ങളും കൂടെ ഉണ്ട്. ഇതും കൂടെ ഒരു അൺഎക്കണോമിക് ആകാനുള്ള ഒരു ചെറിയ കാരണം കൂടി. അപ്പോൾ ഈ സാഹചര്യത്തിൽ മാനേജർ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുരക്ഷിതമായ സ്ഥലം തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഏക്കറുള്ള സ്ഥലം നമുക്കുണ്ട്, അതിലേക്ക് ഈ വിദ്യാലയം വേണമെങ്കിൽ മാറ്റാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം നമ്മൾ നടത്തി. ഈ 1914 സ്ഥാപിച്ച ഈ വിദ്യാലയത്തിൻ്റെ 100 വർഷം തികയുമ്പോൾ പുതിയൊരു കെട്ടിടം എന്നൊരാഗ്രഹം പുറത്തൊന്നും പറയാതെ നമ്മളതിനുള്ള ശ്രമങ്ങൾ നടത്തി, അംഗീകാരങ്ങൾ വാങ്ങി, അതിൻ്റെ ബിൽഡിംഗ് പണികൾ തുടങ്ങി. 2015 മാർച്ചോട് കൂടി നമുക്ക് ആ വിദ്യാലയം പൂർത്തിയായി. നമ്മൾ അതിൻ്റെ ശതാബ്ദിയുടെ സമാപനം അന്നത്തെ ആഭ്യന്തരമന്ത്രി അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ തന്നെ നിരന്തരം പിന്നീടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമായ സമൂഹത്തിൻ്റെ വിവിധ വ്യത്യസ്തങ്ങളായ തുറകളിൽ ജോലി ചെയ്യുന്ന അവിടെ പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ വ്യാപാരികളൊക്കെ സമൂഹത്തെ എല്ലാ ആളുകളെയും ചേർത്തുകൊണ്ട് നമ്മൾ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചു. നമുക്കതിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാലയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ആ വിദ്യാലയത്തിൽ കുട്ടികൾ കൂടി ഇന്ന് 425ഓളം കുട്ടികളായി. അത്രയും വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ പഠിച്ച് വന്ന ആദ്യ കാലഘട്ടത്തിലത്തെ സ്കൂളാണത്. ഏതായാലും ആ സ്കൂൾ വിശേഷങ്ങളും മറ്റുള്ളവർ അറിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെന്തായാലും ഈ സീറ്റിലിരുത്തിയുള്ള ഒരു ദിവസം അതിനെക്കുറിച്ചൊന്ന് പറയിപ്പിക്കണമെന്നുണ്ട്. എന്തായാലും ആ ഒരു വിശ്വാസം, അതായത് മാനേജർ പറഞ്ഞ ആ ഒരു ടാസ്ക് അത് ഏറ്റെടുത്ത് വളരെ ഭംഗിയായി ആ സ്കൂളിൻ്റെ സംവിധാനങ്ങളും അതേപോലെ തന്നെ പൊതുജനങ്ങളെ, കുട്ടികളെ എല്ലാവരെയും ആ സ്കൂളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ആ ഒരു ജേണി, അത് വളരെ വലിയൊരു റിസ്ക്കായിട്ട് പോലും അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കാണിച്ച ആ ഒരു ചങ്കൂറ്റം ഉഷാറായി. പിന്നീട് ആ സ്കൂളിനെ പറ്റിയിട്ട് ഞാൻ നല്ല കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ അവരുടെ കുടുംബത്തെ ഏറ്റെടുത്തുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളത്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? എങ്ങനെയാണ് അതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഇവരിലേക്ക് എത്തിക്കുന്നത്? ആരെല്ലാമാണ് ഇതിന് സഹായം നൽകുന്നത്? വ്യത്യസ്തമായ പരിപാടികൾ ആ വിദ്യാലയത്തിൽ നമുക്ക് ഒരു പഠിപ്പിക്കൽ മാത്രമല്ല, സമൂഹത്തെ വിദ്യാലയത്തിലേക്ക് ചേർക്കാനും അതുപോലെ തന്നെ പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കാനും, വീടില്ലാത്ത കൊച്ചുമക്കൾ അവരെ 5ഓളം വിദ്യാർത്ഥികൾ വാടക വീടുകളിൽ താമസിക്കുന്ന ആരും സഹായിക്കാനില്ലാത്തവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ പൂർവ്വ വിദ്യാർത്ഥികളെയും എല്ലാവരും ചേർത്ത് പിടിച്ച് 5 വീടുകൾ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളുണ്ട്, അവരെ അമ്മമാർ ജോലി ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്. അപ്പോൾ അവർക്ക് ജീവിതമാർഗം എന്ന ഒരു രീതിയിൽ നമ്മൾ 2 കുടുംബങ്ങളെ നമുക്ക് അത്രേ കഴിയൂ. അപ്പോൾ ആ 2 കുടുംബങ്ങൾക്ക് അത് നമ്മളിങ്ങനെ ഒരു ആഗ്രഹം പ്രകടിച്ചപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകൾ നമുക്ക് രംഗത്ത് വന്നു. അവർ നമുക്ക് ആടുകൾ വാങ്ങിയിട്ട് വന്നു, ആ കുടുംബങ്ങൾക്ക് കൊടുത്തു. ഇപ്പോൾ 2ാമത്തെ 3ാമത്തെ തലമുറയ്ക്ക് അത് കൈമാറുന്നത്. കാരണം നമ്മൾ സിസ്റ്റം എന്താ വെച്ചാൽ, ആ പ്രസവിക്കുന്ന ആദ്യത്തെ പ്രസവത്തിലെ കുട്ടി ആ കുടുംബത്തിനും, 2ാമത് പ്രസവിക്കുന്നത് അടുത്തൊരു പാവപ്പെട്ട കുടുംബത്തിനും, അങ്ങനെ ചെയിനായിട്ട് അതിങ്ങനെ പോകുന്നൊരു പുതിയൊരു പദ്ധതി. മറ്റത് ആടുകളിങ്ങനെ കൊടുത്തുകൊണ്ട് പോവുകയല്ല. അപ്പോൾ ഇവർക്കും വളർത്താനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അടുത്ത ഫാമിലിക്കും തന്നെ അടുത്തൊരു കുട്ടിയെ അടുത്തൊരു പാവപ്പെട്ട കുടുംബത്തിന് കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും. അപ്പോൾ അത് മുറിഞ്ഞു പോകാത്തൊരു പ്രവർത്തനമായിട്ട് നിൽക്കും. അതുപോലെ തന്നെ പരിസരത്തുള്ള വിദ്യാലയത്തിൻ്റെ 4 വാർഡുകളിലുള്ള ക്യാൻസർ രോഗികൾ, അപ്പോൾ പല പെൻഷനും കിട്ടുന്ന ആളുകളുണ്ട്. പക്ഷേ ആരും സഹായിക്കാനില്ലാത്ത ആളുകളെ തിരഞ്ഞെടുത്ത് 10 പേരെ കണ്ടെത്തി അവർക്ക് പെൻഷൻ, അത് പൂർവ്വ വിദ്യാർത്ഥികളാണ്, രഹസ്യമായി ആണ്, പരസ്യമായിട്ടല്ല അവർ തരുന്നു. അത് ആ വീടുകളിൽ നമ്മൾ എത്തിക്കുന്നു അവർക്ക്, ക്യാൻസർ രോഗികൾക്ക്. അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബങ്ങൾക്കുള്ള റേഷൻ സമ്പ്രദായം 12ഓളം ഇന സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്
കിറ്റുകളും അവർക്ക് അത് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത കുറേ ആളുകളാണ്, അവരതിന് സഹായിക്കുന്നു, നമ്മളത് എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ നിരന്തര പ്രവർത്തനങ്ങൾ നമുക്ക് ആ വിദ്യാലയത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എടാ അത് ഭയങ്കര ഇതായിട്ടോ, കാരണം നല്ലൊരു പ്ലാന്, ആ പ്ലാന് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിനെല്ലാവരും നല്ല സപ്പോർട്ടും സഹകരണം തന്നു, നല്ലൊരു സംഭവമായി. ഇനി സ്കൂളിൻ്റെ കാര്യത്തിലേക്ക് വീണ്ടും നമുക്ക് വരാം. സ്കൂളിൽ ഒരുപാട് അവാർഡുകൾ, അതായത് ഒന്നും കേൾക്കാതെ ഇപ്പോൾ എല്ലാവരും അവാർഡുകളുടെ പിന്നാലെയാണ് എല്ലാ സ്കൂളുകളും. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് അവാർഡുകൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ? എങ്ങനെയാണ് അവാർഡ്, എന്തൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്? ഞാൻ ഈ വിദ്യാലയത്തിൽ കയറുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, ആളുകൾ എന്നോട് ചോദിച്ചു ഒരു പൊട്ട സ്കൂളിലാണോ കയറുന്നത്, കാരണം പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു തലക്കെന്ന് പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ പൊട്ട സ്കൂളിലാണോ അധ്യാപകനായിട്ട് കയറുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാനതൊരു മനസ്സിൽ പൊട്ടപ്പേരൊന്ന് മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഞങ്ങൾ പിന്നീട് വിദ്യാലയം പുതിയൊക്കെ ആയി 2024 അങ്ങോട്ട് മാറി 2023 നമുക്ക് ജില്ലയിലെ മികച്ച വിദ്യാലയത്തിനുള്ള മനോരമയുടെ ജില്ലാ പുരസ്കാരം കിട്ടി. 2023-24 മലയാള മനോരമയുടെ സംസ്ഥാന അവാർഡും ആ വിദ്യാലയത്തിൽ നമുക്ക് നേടാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ PTA-ക്കും ഒരു സംസ്ഥാനത്ത് അവാർഡുകളുണ്ട് എന്നറിഞ്ഞതോടുകൂടി മാഷ് വിചാരിച്ച PTA-ക്കും ചെയ്ത പ്രവർത്തനങ്ങൾ വെച്ച് നമുക്ക് അവാർഡിന് അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് അപേക്ഷ കൊടുത്തു. സംസ്ഥാനത്തെ മികച്ച PTA-ക്കുള്ള അവാർഡും വിദ്യാലയത്തിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ വർഷവും തന്നെ 23, 25, 26 നമുക്ക് ഹരിത വിദ്യാലയത്തെ പുരസ്കാരം, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഈ വിദ്യാലയത്തിന് വാരിക്കൂട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 2018 തൊട്ട് നമ്മളാണ് ഇന്ന് മണ്ണാർക്കാട് സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ LSS വിജയികളെ വിജയിപ്പിക്കുന്ന ഒരു വിദ്യാലയമായി നമുക്ക് പേര് കിട്ടി. മാത്രമല്ല സംസ്ഥാനത്തെ കഴിഞ്ഞ തവണ നമുക്ക് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടിയ വിദ്യാർത്ഥി ആ പൊട്ട സ്കൂളിനെ മാറ്റി ആ വിദ്യാലയത്തിൽ നിന്ന് പോയ കുട്ടിയാണ് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന മാർക്ക് LSSൽ വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കഠിനാധ്വാനികളായ ഒരു ടീം അധ്യാപകർ, അതോടൊപ്പം തന്നെ ഒപ്പം നിൽക്കുന്ന PTA, അതുപോലെ തന്നെ ഒപ്പം നിൽക്കുന്ന SMC, ഇങ്ങനെയുള്ള ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ടീം വിദ്യാലയത്തിന്, അതുപോലെ തന്നെ മാനേജർ ഉൾപ്പെടെ ഡോക്ടർ മഹഫൂസ് റഹീമാണ് അതിൻ്റെ മാനേജർ, അദ്ദേഹത്തിൻ്റെ സഹായം ഉൾപ്പെടെ ആണ് നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു വിജയം ആ വിദ്യാലയത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ സ്കൂളൊക്കെ അടിപൊളിയായിട്ട് പ്രവർത്തനം നല്ല രൂപത്തിൽ ഇപ്പോൾ പോകുന്നുണ്ട്, നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട്. ആ ഒരു മേഖലയ്ക്ക് ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എത്തിപ്പെട്ടതും, അതോടൊപ്പം തന്നെ 5 വർഷം ആ വാർഡിന് വേണ്ടി അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി ആരെയും ഒന്നും ആഗ്രഹിക്കാതെ ചെയ്തു കൊടുക്കാനൊക്കെ കഴിഞ്ഞ ആ ഒരു ജേണി, പിന്നീട് നമ്മളൊരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ശതാബ്ദി ആഘോഷമൊക്കെ വളരെ ആഘോഷപൂർവ്വം നടത്തിയതിന് ശേഷം 2015 പുതിയ വിദ്യാലയമായി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്ന സമയത്താണ് 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ സമയത്ത് ഞാൻ നിൽക്കണമെന്നുള്ള വാർഡിലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു സെക്രട്ടറി ചുമതല ഉണ്ട്. അപ്പോൾ പ്രവർത്തനങ്ങളിൽ പോകുമ്പോൾ ജനറൽ വാർഡ് വരികയാണെങ്കിൽ മാഷ് നിൽക്കണം എന്നുള്ളൊരു അഭിപ്രായം കുറേ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇത് വിദ്യാലയം പഞ്ചായത്തും കൂടി കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി, മാത്രമല്ല തോൽക്കാൻ സാധ്യതയുള്ളൊരു വാർഡും കൂടിയാണ്. കാരണം ഒരു വോട്ടിനാണ് മുമ്പുള്ള കക്ഷി ജയിച്ചിട്ടുള്ളത്, UDFൻ്റെ കക്ഷി ഒരു വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത്. അവിടെ ഒരു മത്സരത്തിന് നിന്നാൽ തോറ്റാൽ അതൊരു നാണക്കേടാവും. ആളുകളാണെങ്കിൽ എന്തായാലും നിൽക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ പിന്നാലെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. രാത്രി വീട്ടിൽ ചെന്നാൽ അതുവരെയൊക്കെ ആളുകളൊക്കെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ധൈര്യമാണ്. കാരണം അന്നൊരു ബൂത്ത് ലെവൽ ഓഫീസറും കൂടിയാണ്. ആളുകളായിട്ട് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേയൊക്കെ ഫീൽഡിലുള്ളൊരു വ്യക്തി കൂടിയാണ്. പക്ഷേ ആളുകളിങ്ങനെ ഓരോരുത്തർ മാഷ് നിൽക്കണം എന്ന് പറയുമ്പോൾ ആവേശമാണ്. പക്ഷേ വീട്ടിൽ ചെന്നാൽ പിന്നെ മറ്റവരൊക്കെ പറയും എന്തായാലും തോൽക്കും, ഓരോ വോട്ടിനാണ് മറ്റേ ആൾക്കാർ ജയിച്ചിട്ടുള്ളത്. ഭയങ്കര ടെൻഷനായി. അങ്ങനെ നിൽക്കുമ്പോൾ രാത്രി ഭയങ്കര എന്തൊക്കെയോ വേദനയൊക്കെ തോന്നി. അങ്ങനെ രാജൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആളുകൾ പറയുന്നുണ്ട് സാർ, അപ്പം എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനാണ്. അതിനെന്ത് പേടിക്കണം, അത് ഇന്ദിരാഗാന്ധി തോറ്റിട്ട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ തോൽക്കുന്നില്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ മറിച്ച് ജയിക്കുകയാണെങ്കിൽ അത്രയും ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നല്ലേ തോന്നുക. അപ്പോൾ ധൈര്യമായിട്ട് നിൽക്കുക, അതൊന്നൊരു വിഷയമല്ല എന്ന് തോന്നുന്നു. അതൊരു രാജൻ ഡോക്ടറുടെ ആ വാക്ക് എനിക്ക് വല്ലാത്തൊരു ഫീലായി തോന്നിയിട്ട് തുടർന്ന് പ്രവർത്തനങ്ങൾ തുടങ്ങിയ 200 വോട്ടിന് ഞാനവിടെ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചു. തുടർന്ന് നവംബർ 1-ാം തീയതി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പിന്നീട് എനിക്ക് തോന്നി എല്ലാ വീടുകളും ഒന്ന് കയറി ഇറങ്ങണം. അപ്പോഴാണ് ഇത്രയും വീടുകൾ, അതിന് മുമ്പ് നമ്മൾ വോട്ട് ചോദിച്ച് പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം, അവരെ കൂടെ നിൽക്കണം എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അത് ചീത്തപ്പേരായി മാറുക. കാരണം അയാൾ നിന്നു, അയാൾ
ജയിച്ചു പോയി എന്നുള്ള സംസാരം ഉണ്ടാവും. പിന്നെ അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അവരെ വീടുകളിൽ കവർ ചെയ്തുകൊണ്ട് പല പരിപാടികൾ മാസത്തിലൊരിക്കലെങ്കിലും ആ വീടുകൾ കവർ ചെയ്യുന്ന, എന്നാൽ തന്നെ ഒരാഴ്ച കണ്ടില്ലെങ്കിൽ ആൾക്കാർ പറയും എവിടെ കാണാനില്ല. അത് കേൾക്കുമ്പോൾ മനസ്സിലൊരു വിഷമമാണ്. അപ്പോൾ വൈകിട്ടാണെങ്കിലും ഒരു 10 മണി വരെയൊക്കെ പല വീടുകളിലും നമ്മൾ വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഞാൻ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് നിസ്സാരമല്ല. കാരണം ഈ ആളുകളൊക്കെ വോട്ട് തന്ന ആളുകൾക്കൊക്കെ ഉള്ളൊരു ഇതെന്താ വെച്ചാൽ അവന് നമ്മൾ വോട്ട് കൊടുത്തല്ല, ഓൻ്റെ അടുത്ത് വന്നില്ല. അങ്ങനെ 2000-ഓളം വരുന്ന ആളുകൾ ആലോചിച്ച് പറയാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് അത് കേൾക്കുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും അവരെ വെറുപ്പിക്കാത്ത രീതിയിൽ നമുക്ക് അവരെ മാസങ്ങളിലെങ്കിലും ഇപ്പോൾ ഗ്രാമസഭ വിളിക്കുമ്പോൾ നമ്മളെല്ലാ വീടുകളിലും നോട്ടീസ് കൊണ്ടെത്തും. അപ്പോൾ അവരെ അതുപോലെ തന്നെ മാസങ്ങളിൽ ഒരു ദിവസമെങ്കിലും ആ വീടുകൾ, ഈ വരുന്ന മുണ്ടക്കുന്ന് വാർഡ് വരുന്ന 636ഓളം വീടുണ്ട്. അത്രയും 636ഓളം വീടുകൾ നമ്മളെന്ത് ചെയ്യും, കയറി അവരെ സുഖവിവരങ്ങൾ ഫോണിൽ കൂടെ അല്ലാതെ തന്നെ നേരിട്ട് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ചിലപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതിയുണ്ടാവും. ചിലപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും ഒരു വിളി വന്ന ആളോട് പറഞ്ഞാൽ മതിയുണ്ടാവും. പക്ഷെ അത് വലിയൊരു സംഭവമായിട്ട് അവർ കാണുമ്പോൾ നമുക്ക് ചില അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നുള്ളതൊക്കെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ചിലത് നമ്മൾ നല്ല ഇത് കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് എനിക്കൊരു സംതൃപ്തി, വീടില്ലാതെ പൊളിഞ്ഞ് കിടക്കുന്ന ആൾക്കൊരു വീട് കൊടുക്കുമ്പോൾ അവരെ കുറ്റിയടിക്കലും അതുപോലെ തന്നെ മറ്റ് വർക്കുകൾക്കൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി, അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ അതിലൊരു വാശി എനിക്കിപ്പോൾ പിന്നെ കാർഷിക മേഖലയിലായാലും മറ്റു വാർഡുകൾ കൊടുക്കാത്ത സാധനങ്ങളൊക്കെ ഞാൻ തപ്പിപ്പിടിച്ച് എൻ്റെ വാർഡിലെ ആളുകളെ പിടിച്ച് പതുക്കെ പേപ്പറുകളൊക്കെ റെഡിയാക്കി അത് വാങ്ങും. അപ്പോൾ ലാസ്റ്റാണ് അവരറിയുക അത് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് മുണ്ടക്കുന്ന് വാർഡിലേക്കാണ്. അപ്പോൾ പിന്നെ അവർ ലാസ്റ്റ് പല മെമ്പർമാരും പറയും ഒരു വാർഡ് മാത്രം കൂടുതൽ വികസിക്കുകയാണ്, മറ്റു വാർഡുകളൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് പിന്നെ നമ്മൾ ഏറ്റെടുത്ത ഡ്യൂട്ടി അത് പരസ്യമായി പറഞ്ഞാൽ എല്ലാവരും ഈ ഫീൽഡിൽ ഇറക്കിയാൽ നമുക്കത് കിട്ടില്ല. പക്ഷേ അതേപോലെ തന്നെ എനിക്ക് ഈ ജോലി സമയത്ത് എനിക്കൊരു പഞ്ചായത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വെച്ചാൽ മറ്റുള്ളവരെ പോലെ രാവിലെ മുതൽ വൈകിട്ട് വരെ നിൽക്കാൻ പറ്റില്ല, ജീവിതത്തിൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 3-8 ഉള്ള സമയമാണ് നമ്മളതിന് ഉപയോഗിക്കാറ്, 4 മണി. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ അന്നേ മുതൽ പറഞ്ഞതാണ് നമ്മളെല്ലാ പേപ്പേഴ്സും 4 to 5 എനിക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കണം, അതുവരെ ബാക്കിയുള്ള മെമ്പേഴ്സിനൊക്കെ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് 4 മണിപ്പൂ വരുന്നുണ്ട്. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ സമയമാണ് ഈ പഞ്ചായത്തിൽ. അപ്പോൾ നമ്മൾ ആ 1 മണിക്കൂർ കൊണ്ട് എല്ലാ ഫയലുകളും പെൻഷനായാലും മറ്റു പേപ്പറുകളായാലും ശരിയാക്കേണ്ടത് 4 to 5 ഉള്ളിൽ അവർ നമ്മളോട് സഹകരിക്കും. ആ പഞ്ചായത്തിലെ ജീവനക്കാരൊക്കെ ഒറ്റക്കെട്ടായി. പിന്നെ അത് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ പഞ്ചായത്തിലെ എല്ലാ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും ചേർത്തുകൊണ്ട് 6ഓളം നമ്മൾ ക്യാമ്പുകൾ, വനം വകുപ്പിൻ്റെ ക്യാമ്പുകൾ, ഇടുക്കി അതുപോലെ വയനാട് പോലുള്ള ഫോറസ്റ്റ് സ്റ്റേഷനുകൾക്കുള്ള ഉള്ള ക്യാമ്പുകൾ, അതുപോലെ തന്നെ ഈ പ്രളയകാലങ്ങളിൽ ശുചീകരണം, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ജനപ്രതിനിധികളുടെ പേരിലൊക്കെ സംഘമായി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ കാലങ്ങൾ ഓർക്കാൻ പറ്റുന്ന കുറേ പ്രവർത്തനങ്ങളാണ്. അതേതായാലും നല്ല രസമായിട്ടോ, ഈ ജനപ്രതിനിധിയായി അറിയാതെ മാറിയ സംഭവം നല്ല രസമായി. പിന്നെ എല്ലാ ജനപ്രതിനിധികളും സത്യം പറഞ്ഞാൽ ഈ രൂപത്തിലാണ് വരുന്നത്. സ്വന്തം നാട്ടിലുള്ള ആളുകൾ ഇന്ന ആൾ നീ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു ഓളത്തിൽ അങ്ങനെ പോകും. അതെന്തായാലും നല്ല രസമുള്ളൊരു കഥയായി. പിന്നെ ജനപ്രതിനിധി ആയതിനു ശേഷം ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടാവും, അതെനിക്കറിയുന്നതാണ്. അതൊന്നും ഓരോന്ന് പറയും. പ്രത്യേകിച്ച് മുണ്ടക്കുന്ന് വാർഡിൽ റോഡുകൾ ഇല്ലാത്ത സ്ഥലമല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയും. നമുക്ക് വാർഡിൽ ജനപ്രതിനിധിയായ സമയത്ത് ഒരു 4ഓളം റോഡുകൾ പുതുതായി നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ടുള്ളത് തന്നെയാണ് മുണ്ടക്കുന്ന് സെൻട്രലിൽ നിന്നും മൂച്ചിയിലേക്ക് പോകുന്ന റോഡ്. അപ്പോൾ ഞാനത് ജനപ്രതിനിധി ആകുമ്പോൾ അത് നമുക്കൊരു വർക്കും ചെയ്യാൻ പറ്റില്ല, ചെറുതായിട്ടൊരു രൂപം മാത്രമാണുള്ളത്, ആരും സറണ്ടർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സറണ്ടർ ചെയ്താൽ മാത്രമേ അതിൽ നമുക്ക് എന്തെങ്കിലും ഫണ്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആളുകളെ നമ്മൾ കണ്ടെത്തി അവരെ വില്ലേജ് കൊണ്ടുപോയി നമ്മൾ സറണ്ടർ ഫോമിൽ ഒപ്പിടിച്ച്, പക്ഷേ അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. ഒരു ഫാമിലീസിൻ്റെ സ്ഥലങ്ങളാണ് കുറച്ച് വരുന്നത്. പക്ഷെ അവർ ഒപ്പിടാൻ തയ്യാറല്ല, കാരണം അത് പൊതുവായി പോയി കഴിഞ്ഞാൽ അവർക്ക് ശല്യങ്ങളുണ്ടാവും. പക്ഷേ അവർ പല ദിവസങ്ങളായി ഞാൻ പോയി കണ്ട് അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അതിൻ്റെ എല്ലാ റിസ്ക്കും ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് അവരെ താല്പര്യവാനമാക്കി. 1 വർഷം എനിക്കത് പണിയെടുക്കേണ്ടി വന്നു. 2015 2016 ശേഷമാണ് എനിക്ക് ആ റോഡ് സറണ്ടർ ചെയ്ത് തരുന്നത്.
അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ മുണ്ടക്കുന്ന് നമ്മൾ ഈ ആന കൂടുതൽ വരുന്ന ഒരു ഏരിയയും കൂടിയാണ് ചൂരിയോട്. അപ്പോൾ ഈ ചൂരിയോട് ഭാഗത്തു കൂടെ ഇങ്ങനെ വരുന്നത് കുറേ പ്രയാസമുണ്ട്. അപ്പോൾ നേരെ മറിച്ച് മുണ്ടക്കുന്നേർക്ക് കാപ്പറമ്പ് വരുന്ന ആളുകൾക്ക് നേരെ മൂച്ചിക്കൽ ചാടി പോകണമെങ്കിൽ ഒരു ഷോർട്ട് വേ വന്നാലൊരു ഉപകാരമാവും. പലതവണ ഞാൻ MLA-യോടും അതുപോലെ തന്നെ മറ്റ് ബ്ലോക്കിൻ്റെയും ജില്ലാ പഞ്ചായത്തിനോടും ഒക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ ആരും ഫണ്ട് അനുവദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അത് പൂർത്തിയാക്കണം. സറണ്ടർ ചെയ്ത് കിട്ടി. ആദ്യം MLA ഒരു 5 ലക്ഷം രൂപ സൈഡ് കെട്ടാൻ മാത്രമാണ് കിട്ടിയത്. അത് ബുദ്ധിമുട്ടാക്കി. കാരണം ഈ നിലവിലൊരു റോഡിന് രൂപം പഠിച്ചിട്ടതിൽ ഒരു 5 ലക്ഷം കൊണ്ട് ഒരു സൈഡ് ഒരു ഭാഗം മാത്രം കെട്ടിയതുകൊണ്ട് ആകെ വൃത്തികേടായി. പക്ഷേ നമ്മൾ പിന്നീട് എന്താ വെച്ചാൽ പിന്നീട് ആളുകൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അത് നമ്മൾ തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികളെ ചേർത്തുകൊണ്ട് അത് റോഡൊന്ന് പോകാനുള്ളൊരു സംവിധാനമാക്കി. പിന്നീട് എനിക്ക് തോന്നി അത് വേറെ ഫണ്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ നികുതി പിരിച്ച ഒരു പുതിയ പ്രഖ്യാപനം. അലനല്ലൂർ പഞ്ചായത്തിൽ കൂടുതൽ നികുതി പിരിക്കുന്ന മെമ്പർമാർക്ക് 1 ലക്ഷം രൂപ സമ്മാനം തരും എന്നുള്ളൊരു പ്രഖ്യാപനം. അപ്പോൾ ഞാൻ പതുക്കെ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ വാർഡിലെ മുഴുവൻ ആളെ കൊണ്ടും നികുതി അടപ്പിച്ചാൽ എനിക്ക് ആ 1 ലക്ഷം രൂപ കിട്ടും. അപ്പം ഞാനത് വിചാരിച്ച് അങ്ങനെ അത് എല്ലാ ആളുകളെയും പോയി കണ്ട് ആ വർഷങ്ങളായി അടക്കാത്ത നികുതികളൊക്കെ അവരെ സോപ്പിട്ട് അവരെ കൊണ്ടുപോയി അതൊക്കെ ഞാൻ തന്നെ അടച്ച് കംപ്ലീറ്റ് ചെയ്ത് 100% ആക്കി 1 ലക്ഷം ലാസ്റ്റാണ് എന്ത് ചെയ്യുന്നത് പ്രഖ്യാപിക്കുന്നത്. ആ 1 ലക്ഷം കിട്ടിയപ്പോൾ ബാക്കിയൊരു 3 ലക്ഷം കൂടെ ഞാനതിൽ ചേർത്ത് നമ്മൾ ഈ എസ്റ്റിമേറ്റ് ഇട്ട് വന്ന് 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ തലക്കുന്ന ആ തല വരെ നമുക്ക് സൈഡ് നേരിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും. അത് കോൺക്രീറ്റ് ചെയ്യാനുള്ള അനുമതി കിട്ടി. ആ 4 ലക്ഷം കൊണ്ട് ആ റോഡ് പൂർത്തിയാക്കി. ഇന്ന് നിരവധി വാഹനങ്ങൾ ഓടുന്നത് ആ റോഡ് വഴിയാണ്. അപ്പോൾ അതിൽ നമുക്ക് അന്നൊരു ഈ മെറ്റീരിയൽ വർക്ക് എന്നുള്ളൊരു പദ്ധതി ഉണ്ട്. അപ്പോൾ പതുക്കെ തൊഴിലുറപ്പ് ഓഫീസിൽ നമ്മളെ സ്വാധീനം വെച്ച് പ്രസിഡൻറ്റ് പോലും അറിയാതെ ഒരു 5 ലക്ഷം രൂപ ഈ തോടിന് അവിടെ ഒരു തോട് കിടക്കുന്നുണ്ട്, ചൂരോട്ടേക്ക് പോകുന്നവിടെ ഒരു തോട് വരുന്നുണ്ട്. അപ്പോൾ ആ തോടിന് ഒരു 5 ലക്ഷം രൂപ ഒരു മെറ്റീരിയൽ വർക്കിനുള്ളൊരു സാങ്ഷൻ തരാമെന്ന് അന്നത്തെ എഞ്ചിനീയർ പറഞ്ഞു. ഇതാരും അറിയാതെ രഹസ്യമായി നമ്മൾ ആ പാലം നിർമ്മിച്ചു. അതോടുകൂടി ചൂരോട്ടിലേക്ക് മുണ്ടക്കുന്ന് അംഗനവാടിയിൽ നിന്ന് ചൂരോട്ടിക്ക് പോകുന്ന റോഡ് വാഹനങ്ങൾ ബൈക്കടക്കം ഈ 12 അടി വീതിയിലൊരു പാലം നിർമ്മിച്ചു. ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രസിഡൻറ്റിനെ ഞാനും മറ്റേ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് മുമ്പാണ് വിളിച്ചപ്പോഴാണ് എങ്ങനെ ആ പാലം വന്നു ഞങ്ങൾക്ക് അറിയണം. അതോടുകൂടി പിന്നെ എല്ലാം സ്റ്റോപ്പായി. ഇനി പ്രസിഡൻ്റ് അറിയാതെ ഒരു ഫണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. അപ്പോഴത്തേക്ക് വർഷം തീരാറായി. ഏതായാലും അങ്ങനെ തൊഴിലുറപ്പിലൂടെ ഒരു പാലം നമുക്ക് ചൂരോട് റോഡിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ മുണ്ടക്കുന്ന് പിന്നെ നമ്മളെ ഈ മണ്ടകുന്നത്തിൻ്റെ താഴെയുള്ള റോഡും നമുക്ക് പിന്നെ നറുക്കിൽപ്പാടം റോഡ് അത് നമ്മളെ കാലഘട്ടത്താണ് നമ്മളുണ്ടാക്കിയത്. അതേപോലെ തന്നെ അതിലപ്പുറം നമ്മളെ ഈ പിന്നെ മുണ്ടക്കുന്ന് അതുപോലെ ചുണ്ടോട്ടുനിന്ന് കൈരളിക്ക് പോകുന്ന ആ റോഡ്. അപ്പോൾ ഞാനും കുടുംബവും ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ആ ചളിയിലൊന്ന് വീണു. അപ്പോൾ അവിടെ ഒരു റോഡ് ഇങ്ങനെ രൂപം അടിച്ചിട്ടുള്ളൂ. അപ്പോഴാണ് എനിക്ക് പിന്നെ നമ്മളും ചളിയിൽ വീണു. വളരെ മോശമാണ്. കാരണം അവിടെ താമസക്കാരില്ലെങ്കിൽ പോലും ഈ ഭാഗത്തുനിന്ന് കൂടുതൽ ആളുകൾ പോകുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഞാൻ പ്രഖ്യാപിച്ചു അന്ന് കിട്ടുന്ന ഓണറേറിയം 3500 രൂപയാണ് അന്ന് കിട്ടുന്ന ഓണറേറിയം. ആ ഓണറേറിയം കൊണ്ട് അപ്പം തന്നെ വിളിച്ച് ഈ മാസത്തെ ഓണറേറിയം കോറി വേസ്റ്റ് ഇടാൻ വേണ്ടി 4 ലോറി അന്ന് 5 ലോഡ് നമുക്ക് ഈ കോറിക്കാർ സഹായിച്ച് നമുക്ക് 5 ലോഡ് കോറി വേസ്റ്റ് ഇട്ട് ഗതാഗത യോഗ്യമാക്കി. അത് വളരെ വാർത്തയായിട്ട് വരുമൊക്കെ ഉണ്ടായിരുന്നു. ഓണറേറിയം പല ഇങ്ങനെ മാറ്റി വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആ റോഡും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മുണ്ടക്കുന്ന് അമ്പലപ്പാറ റോഡ് എല്ലാ റോഡുകളും ഇങ്ങനെ റബ്ബറൈസ് ചെയ്ത് പിന്നെ കാണുന്നുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മളെ അലനല്ലൂർ കണ്ണകുണ്ട് റോഡ് ഇങ്ങനെ പല റോഡുകളും പല വാർത്തയിലും പദ്ധതിയിൽ MLA വെച്ചു. പല പരിപാടികൾക്കും നിരന്തരം MLA മുണ്ടക്കുന്ന് വാർഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും സാർ, ഈ മുണ്ടക്കുന്ന് റോഡിൻ്റെ അവസ്ഥ ആന വന്നാൽ ഓടാൻ പോലും പറ്റാത്ത പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്, ഞങ്ങളതൊന്ന് റബ്ബറൈസ് ചെയ്തു. അപ്പോൾ അവസാനം ഇയാൾ പറഞ്ഞു കാണുന്നിടത്തൊക്കെ ഈ മോമാലി ഇതാ പറയാനുള്ളത്. അങ്ങനെ അദ്ദേഹം ഒരു പിന്നെ പദ്ധതിയിൽ 3 കോടി രൂപ മുണ്ടക്കുന്ന് അമ്പലപ്പാറ റോഡ് കൊട്ടപ്പള്ള റബ്ബറൈസ് ചെയ്ത് വളരെ മനോഹരമാക്കി. ഇന്നും അത് ഭംഗിയായി നിൽക്കുന്നു. അത് വലിയൊരു സന്തോഷം എൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം. അതുകൊണ്ടാണ് മറ്റ് വർക്കുകൾക്ക് നമുക്ക് ഫണ്ട് തരാൻ. കാരണം 3 കോടി രൂപയോളം അയാളെ പ്രസംഗിക്കുമ്പോൾ പറയും മോമാലിക്ക് ഇനി ഫണ്ടില്ല, 3 കോടി റോഡിന് കൊടുത്തിട്ടുണ്ട്, ഇനി വേറെ റോഡുകളൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവരെയും പരിഗണിക്കണമല്ലോ.